ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉച്ചക്കത്തെ ചോറിൻ്റെ കറികളാണ്. ചോറും കറികളുമാണ്. വെള്ളരിക്കും മുരിങ്ങാക്കായും ചക്കക്കുരുവെല്ലാം കൂടെ മുറിച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകെല്ലാം കൂടെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പാകത്തിലാണ് അവിയൽ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ അവിയലാണിത്. നല്ല രുചിയുള്ള അവിയൽ. ഇനി ഇതിലേക്ക് ഫ്രഷ് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ചാൽ നമ്മുടെ അവിയൽ റെഡിയായി. കുറച്ച് ചക്കക്കുരു ഉണക്കച്ചെമ്മീനും എടുത്തിട്ടുണ്ട്. ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നാലായിട്ട് കീറിയെടുക്കണം. നേരിയതായിട്ട് കീറിയെടുക്കുക. ഒരു 10 ചക്കക്കുരു തൊലി കളഞ്ഞ് നീളത്ത് കീറിയെടുത്ത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി അതിൻ്റെ പൊടിയെല്ലാം കളയണം. കഴുകിയിട്ട് ഇതുപോലെ കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പൈപ്പിൻ്റെ താഴെ പിടിച്ച് കുറേ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചെമ്മീൻ നല്ലപോലെ വൃത്തിയായി കിട്ടും. ഇനി കഴുകിയെടുത്ത് ചെമ്മീൻ ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഇതിന് മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ചക്കക്കുരുവിന് കുറച്ച് കൂടുതൽ വേവുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വെന്തോ നോക്കി അടച്ച് കുറച്ചും കൂടെ വേവാനുണ്ട്. ഒന്നും കൂടെ അടച്ച് വെക്കാം. ചോറ് കുക്കറിലാണ് വെച്ചത്. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്ന് നോക്കാം. ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചോറായി കിട്ടും. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പാകത്തിനുള്ള ചോറായിട്ട് കിട്ടും. 5-6 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ പെരക്കുണ്ടാക്കാം. മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് മാങ്ങ ഇതുപോലെ മുഴുവൻ തൊലി കളഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് നല്ലപോലെ തിരുമ്പി എടുക്കണം. മാങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് തിരുമ്പി കൊടുത്താൽ മതി. ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങയും കാന്താരിയില്ലെങ്കിൽ പച്ചമുളക് ചേർക്കുക. കുറച്ച് കടുകും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കടുകും കരിവേപ്പില വറ്റൽമുളകും വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചക്കക്കുരു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചതച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ച് കൊടുത്താൽ നല്ല രുചിയുള്ള ചക്കക്കുരു ചെമ്മീൻ തോരൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോറിൻ്റെ കറികൾ. കുക്കറിൽ ചോറ് വെച്ചാൽ നല്ല പാകത്തിന് കിട്ടും. കണ്ടില്ലേ, ഇതാ നല്ല കുഴഞ്ഞു പോവാതെ നല്ല പാകത്തിന് ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നും കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കാറുള്ളത്. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.